ഒരു ഓൺടർപ്രണർ ആവണം അല്ലെങ്കിൽ ആവും എന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻജിനീയറിങ്ങിന് ശേഷം നമ്മൾ ചോക്ലേറ്റിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഒരുപാട് ചോക്ലേറ്റ് കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അവർ കോമ്പൗണ്ട് വാങ്ങി മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് അറിയണത്. അത് കഴിഞ്ഞ് അപ്പം എനിക്കും ഹസ്ബൻഡിനും ഇതിനോട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കോമ്പൗണ്ട് വാങ്ങി ഞങ്ങൾ ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ക്യാരമൽ ഫില്ല് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ബൗണ്ടി ടൈപ്പ് ഒക്കെ ഉണ്ട്, അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ തന്നെ ചോക്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ വന്നു, അതിന് നമ്മൾ ചോക്ലേറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിച്ച് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. നമ്മളോട് കുറേ പേര് പറഞ്ഞു നിങ്ങൾക്ക് ഇത് ബിസിനസ് ആക്കി കൂടെ, സാധാരണ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നതിനേക്കാളൊക്കെ എന്ത് ടേസ്റ്റ് ആയത്, നല്ലതാണ്, ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അന്നൊന്നും നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2-3 ഇയേഴ്സിന് ശേഷമാണ് എന്തെങ്കിലും ചെയ്യണം, അപ്പം എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഹസ്ബൻഡാണ് ഇത് പറഞ്ഞത്. നമ്മൾ അന്ന് ചെയ്ത ചോക്ലേറ്റ് നല്ല ഇത് കിട്ടിയതല്ല, ഫീഡ്ബാക്ക് നമുക്ക് നന്നാതെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. ഈ മിന്യം എന്നാണ് ബ്രാൻഡ് നെയിം, മെൽറ്റ്സ് ഇൻ യുവർ മൗത്ത്. ഈ പേരും സജസ്റ്റ് ചെയ്തത് ഹസ്ബൻഡ് തന്നെയാണ്. നമ്മളങ്ങനെ ഈ മിന്യം എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിൽ 2019 ജൂണിലാണ് നമ്മൾ ഇരിഞ്ഞാലക്കുട അടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കൂടുതൽ നമ്മൾ ഇവൻറ്റുകൾക്കായിരുന്നു ചെയ്തിരുന്നത്. ഈ വെഡ്ഡിങ്സ്, പിന്നെ ബർത്ത്ഡേയ്സ്, അങ്ങനത്തെ ഓരോ ഇവൻറ്റ് ബേസ്ഡ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാമ്പേഴ്സ് ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. ഇപ്പോൾ ക്രിസ്മസിനും ദീപാവലിക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പോയിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയ ഒരു കമ്പനിക്ക് അവരുടെ വലിയൊരു ഇവൻറ്റ് വരുന്നതിന് അവരുടെ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഹാമ്പേഴ്സ് ചെയ്യുമെന്ന് ചോദിച്ചു നമ്മൾ കോൺടാക്ട് ചെയ്ത്. അങ്ങനെ അത് വലിയൊരു ഓർഡർ ആയിരുന്നു ശരിക്കും. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം സാമ്പിൾ ഒക്കെ എടുത്ത് നോക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. ഇവൻറ്റുകളെല്ലാം ക്യാൻസലായിപ്പോയി. ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് അവിടെ നമ്മൾ എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ പോയി. പക്ഷെ നമ്മളവിടെ പെട്ടുപോയി ലോക്ക്ഡൗൺ വന്നപ്പോൾ. ഒരു 70-75 ഡേയ്സോളം ഞാൻ അവിടെയായിരുന്നു. ആ സമയത്ത് ഞാൻ ചോക്ലേറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു. ചോക്ലേറ്റിനെ കുറിച്ച് കൂടുതൽ എന്താ പറയുക പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് ചോക്ലേറ്റ് എന്ന പേരിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. FSSAIക്ക് ചോക്ലേറ്റിനൊരു ഡെഫിനേഷൻ ഉണ്ട്. അതിൽ കൊക്കോ ബട്ടറാണ് പറ്റുള്ളൂ. ചോക്ലേറ്റിൽ കോമ്പൗണ്ടിൽ കൊക്കോ ബട്ടർ ഒട്ടുമില്ല, അവർ വെജിറ്റബിൾ ഫാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അൺഹെൽത്തി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത് കൊണ്ട് അത് എന്താ പറയുക, എനിക്ക് തന്നെ ഭയങ്കര ഒരു വിഷമമായി. ഞാൻ കൊടുത്തിരുന്ന സാധനം നല്ലതല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ തന്നെ ഞാൻ എടുത്തൊരു ഡിസിഷനാണ് ഇനി ഞാനിത് ചെയ്യില്ല. അങ്ങനെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കൊക്കോ എന്താ പറയുക കോമ്പൗണ്ട് വെച്ച് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. അങ്ങനെ ഞാൻ റിയൽ ചോക്ലേറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിച്ചു. ഓൺലൈനാണ് നമ്മളെല്ലാം പഠിച്ചത് ലോക്ക്ഡൗൺ സമയത്ത്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല, അന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേറൊരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇരുന്ന് ഇങ്ങനെ നെറ്റിൽ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ കുറേ എങ്ങനെയാണ് ചോക്ലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി പഠിച്ച്. പിന്നെ കുറേ പേരൊക്കെ കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത്. റെസിപ്പിയെല്ലാം നമ്മൾ തന്നെ ട്രയൽ ചെയ്തിട്ടാണ് റെഡിയാക്കിയെടുത്തത്. ഇത് ലോക്ക്ഡൗൺ കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മെഷീനുകളും പിന്നെ റോ മെറ്റീരിയൽസ് എല്ലാം ഓർഡർ ചെയ്തു. റോ മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധ കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അന്ന് കോമ്പൗണ്ട് വെച്ച് ചെയ്തപ്പോൾ അത് ഒട്ടും ഹെൽത്തി അല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെയുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഞാൻ ഇനി ചെയ്യണമെങ്കിൽ അത് ഹെൽത്തി ചോക്ലേറ്റ് ചെയ്യുള്ളൂ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ കെയിൻ ഷുഗർ, നമ്മുടെ നോർമൽ റിഫൈൻഡ് ഷുഗർ നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മൾ റോ കെയിൻ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. കൊക്കോ നിപ്സ്, നല്ല ക്വാളിറ്റി കൊക്കോ ബീൻസ് എടുത്തിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. കൊക്കോ ബട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വെജിറ്റബിൾ ഫാറ്റ് ഒട്ടും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, വാനിലയും യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സാഫ്രോൺ വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒറിജിനൽ സാഫ്രോൺ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാവൻഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡ്രൈഡ് ലാവൻഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എസൻസുകളോ ഫ്ലേവറുകളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ഓരോ റെസിപ്പിയും ട്രയൽ ചെയ്ത് റെസിപ്പീസ് എല്ലാം ശരിയാക്കി. അങ്ങനെ
നമ്മൾ ഒക്ടോബർ 19-നാണ് ചാലക്കുടിയിൽ മിന്യത്തിന്റെ ബീൻ ടു ബാർ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊക്കോ ബീനിൽ നിന്ന് ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് ബീൻ ടു ബാർ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, പ്യുവർ ചോക്ലേറ്റ്, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫ്ലേവറുകളോ ഒന്നുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ചോക്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ നോർമൽ ഒരു ചോക്ലേറ്റ് ബാർ പുറത്തു നിന്ന് വാങ്ങി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം കൊക്കോ നിപ്സും കൊക്കോ ബട്ടറും മിൽക്ക് പൗഡറും അല്ലെങ്കിൽ എന്താ പറയുക ഷുഗറും കൂടാതെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, വാനില, ലെസിത്തിൻ, വെജിറ്റബിൾ ഫാറ്റ്, ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് വേറെയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇപ്പം എൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 80% ഡാർക്ക് ചോക്ലേറ്റിൽ കൊക്കോ നിപ്സും കെയിൻ ഷുഗറും മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക ബാക്കിയില്ലെങ്കിൽ കൊക്കോ ബട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്, ഇല്ലാണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഷുഗർ ഫ്രീ ചോക്ലേറ്റ്സും കൂടെ ചെയ്യുന്നുണ്ട്. ഷുഗർ ഫ്രീ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സ്വീറ്റ് ആണ്, പക്ഷെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ഇരിക്കാനായിട്ട് നമ്മൾ സ്റ്റീവിയ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്വീറ്റ്നർ ആണ്. അത് എന്താ പറയുക നമ്മൾക്ക് ബ്ലഡ് ഷുഗറിന് ഒട്ടും തന്നെ ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ സ്റ്റീവിയ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ ഫ്രീ ചോക്ലേറ്റ്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ചെയ്യുക. ഒരുപാട് ബീൻ ടു ബാർ ചോക്ലേറ്റ്സ് ഉണ്ട്, അതിൽ വളരെ കുറച്ചാണ് ഇങ്ങനെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്, ഹെൽത്തി ചോക്ലേറ്റ്, ഒരു ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ചോക്ലേറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. കൊക്കോന്റെ എന്താ പറയുക ബെനിഫിറ്റ്സ്, കൊക്കോ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടാണ്. അതിന്റെ നല്ലൊരു പ്രോഡക്റ്റ് എല്ലാവർക്കും, ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവുള്ളൂ. കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, കുട്ടികളാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ചോക്ലേറ്റ് കഴിക്കാൻ പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊക്കോന്റെ ബെനിഫിറ്റ് ഒന്നും നഷ്ടപ്പെടാതെ അത് നമ്മളുടെ ശരീരത്തിന് ഗുണം കിട്ടുന്ന രീതിയിലാണ് നമ്മളെല്ലാ ചോക്ലേറ്റും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞാനൊരു എന്താ പറയുക ബീൻ ടു ബാർ ചോക്ലേറ്റ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് തന്നെ.